രചനകൾ ഇരുവരുടെയും ആശയ വ്യക്തതയ്ക്ക് വേണ്ടി നടത്തിയതാണെന്ന് എംഗൽസ് വ്യക്തമാക്കിയിരുന്നു. ഈ കൃതികളിലൂടെ വികസിപ്പിച്ച ആശയങ്ങളുടെ തുടർച്ചയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ കാണുന്നത്. ദാർശനിക അർത്ഥശാസ്ത്ര കാഴ്ചപ്പാടുകൾ ഒരു കർമ്മപദ്ധതിയായി ലോകം മുമ്പാകെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ അവതരിപ്പിക്കുകയാണ് മാർക്സും എംഗൽസും ചെയ്തത്. ഓരോ വായനയിലും അത് വായിക്കുന്ന കാലത്തെ സംബന്ധിച്ച പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു എന്നുള്ളതാണ് മാനിഫെസ്റ്റോന്റെ പ്രത്യേകത. 1848 ആദ്യമായി പ്രസിദ്ധീകരിച്ച ഈ കൃതി ഇപ്പോൾ വായിക്കുമ്പോഴും അതിൽ നിന്ന് പ്രസരിപ്പിക്കുന്ന പ്രചോദനാത്മകമായ ഊർജം, പ്രകാശവും, വായിക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഊർജവും അത് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. എംഗൽസ് കണിശക്കാരനായിരുന്നുവെങ്കിൽ മാർക്സ് അതിസൂക്ഷ്മമായി വിശകലനം ചെയ്തിരുന്ന ആളായിരുന്നു. സംഘടിത തൊഴിലാളി വർഗത്തിന്റെ വർഗസമരമാണ് മാനവരാശിയെ മോചിപ്പിക്കാൻ പോകുന്നതെന്ന് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രതിസന്ധിയിൽ ഉലയാത്ത നിശ്ചയദാർഢ്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത മനുഷ്യ സ്നേഹത്തിന്റെയും ജ്വലിക്കുന്ന പ്രതീകമാണ് എന്നും മാർക്സ്. യുദ്ധങ്ങൾ കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായല്ല, സാമ്പത്തിക ചൂഷണമായിട്ടാണ് മാർക്സ് കണ്ടത്. ഈ ചിന്താ പദ്ധതിയെ ശരിവെക്കുന്നതാണ് അമേരിക്കയും സയനിസ്റ്റ് ഭീകര രാഷ്ട്രമായ ഇസ്രായേലും പരമസ്വതന്ത്ര രാജ്യമായ ഇറാന് നേരെ അഴിച്ചുവിടുന്ന ആക്രമണം വ്യക്തമാക്കുന്നത്. ഇത് പശ്ചിമേഷ്യയെ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ആ ദാരിദ്ര്യത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടുകയാണ് ചെയ്യുന്നത്. മാർക്സ് പ്രവചിച്ച പോലെ തന്നെയാണ് മുതലാളിത്ത പ്രതിസന്ധിയിലേക്കാണ് യുദ്ധശേഷം അമേരിക്കയെ കാത്തിരിക്കുന്നത്. മാർക്സിനെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് എക്കാലവും വളരെ ഊർജം നൽകുന്നതും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ വഴികാട്ടിയുമാണ്. ലോകത്താകമാനം തന്നെ ഇത് പഠന വിഷയവും പുതിയ കാലഘട്ടത്തിൽ വളരെ പ്രസക്തവുമായ ഒരു വിഷയമാണ്. മുഴുവനായ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ സാധിച്ചില്ലെങ്കിലും ചർച്ച ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് തുടർന്നുള്ള നാളുകളിൽ ഇത്തരം ചർച്ചകൾ വളരെ ഗൗരവപൂർവം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കുകയാണ്. തോട്ട്സിൻ്റെ കാഴ്ചക്കാരായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.